ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കുവാനാണ് ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുവാനും എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാനും ദൈവം എന്നെ അഭിഷേകം ചെയ്തുകൊണ്ട് എൻ്റെ മേൽ യഹോവയുടെ ആത്മാവുണ്ട്. ആ ആത്മാവ് കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടവരെ ഞാൻ വിടുവിച്ചെടുക്കുന്നത്. ദൈവപുത്രനായ യേശു ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നവനാണ്. ഏതൊക്കെ ബന്ധനങ്ങളിൽ നിന്ന്? പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, മരണഭയത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നവനാണ് ദൈവപുത്രനായ യേശു. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വിടുതൽ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം വെറുതെ നിങ്ങളുടെ കാതുകളിൽ എത്തില്ല. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ ഇന്ന് ദൈവം ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. ചില ബന്ധനങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യം എഴുതിയിട്ടുണ്ട്. 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ച ഒരു സ്ത്രീ പള്ളിയിലുണ്ടായിരുന്നു. അവൾ കൂനിയായിപ്പോയി. എഴുന്നേക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ശബത്ത് ദിവസം പള്ളിയിൽ യേശു വന്ന് ആ സ്ത്രീയുടെ രോഗബന്ധനത്തെ അഴിച്ചപ്പോൾ 18 സംവത്സരമായി കെട്ടിയ ആ കെട്ടിനെ ദൈവം അഴിച്ചു. അവൾ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു അത്ഭുതം അവിടെ നടന്നു. നിങ്ങളുടെ ജീവിതത്തിലും വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് നിവരാൻ കഴിയാതെ, തല ഉയർത്തി നടക്കാൻ കഴിയാതെ, അപമാനത്തിൻ്റെ ഭാരവുമായി, മറ്റു ചില പ്രതിസന്ധികളുടെ ഭാണ്ഡക്കെട്ടുമായി തളർന്നു നടന്നു നീങ്ങുന്ന ചിലരെ കർത്താവ് വിടുവിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അത്ഭുതത്തിൻ്റെ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആമേൻ. ഭയത്തിൻ്റെ തടവറ, ഭയത്തിൻ്റെ ബന്ധനം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നവനെയും ഭയത്തിൽ നിന്നും ദൈവം വിടുവിക്കും. എവിടെയാണ് ഭയം? ഇരുട്ടിനെയാണ് ഭയം. എവിടെയാണ് ഭയം? പിശാചിനെയാണ് ഭയം. എവിടെയാണ് ഭയം? മരണത്തെയാണ് ഭയം. ഇതെല്ലാം പിശാചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ അടുക്കൽ ഇരുട്ട് ഒട്ടുമില്ല. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭയം ദൈവം മാറ്റും. സകല ഭയങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കും. അവിടെ മരണത്തിൻ്റെ പേടി വേണ്ട. കാരണം അവൻ ജീവൻ നൽകുന്നവനാണ്. ഹല്ലേലൂയ. ജീവൻ നൽകുന്നവനാണ്. അതുകൊണ്ടല്ലേ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി, ജീവനെ നൽകിയത്. എൻ്റെ മരണത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും വിടുവിക്കുവാനാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ, യേശുക്രിസ്തു മനുഷ്യരെ പോലെ വന്ന് ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണഭീതി എന്ന് പറയുന്ന ഒരു അടിമത്തമാണ്. ആമേൻ. അത് പിശാച് ഹൃദയത്തിനകത്ത് കെട്ടിവെക്കുന്ന ഒരു അടിമത്തമാണ്. അവൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയവനെ അവൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുക മരണഭീതിയിൽ. ഇന്ന് നിങ്ങളെ മരണഭീതിയിൽ നിന്ന് വിടുവിക്കുവാൻ ജീവനായ ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ പുത്രൻ അവൻ വചനമായിരുന്നു. ആ വചനത്തിന് ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനാണ് ജഡമായി തീർന്ന യേശുക്രിസ്തു, മനുഷ്യരായി അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു. സകല ഭയങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. 91-ാമത്തെ സങ്കീർത്തനം ധൈര്യം നമുക്ക് നൽകുന്നതാണ്. ദൈവത്തിൻ്റെ ധൈര്യം നൽകുന്ന വചനങ്ങളാണ്. അവിടെ മനുഷ്യൻ ഭയപ്പെടാൻ സ്വാഭാവികമായ സാധ്യതയുള്ള, പിശാച് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന സ്വാഭാവിക സാഹചര്യങ്ങളെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്യുന്നതന്റെ മറവിലിരുന്നു. പകൽ സൂര്യനാണെങ്കിലും രാത്രി ചന്ദ്രനാണെങ്കിലും സൂര്യചന്ദ്രന്മാരുടെയോ ഗ്രഹങ്ങളുടെയോ നക്ഷത്രങ്ങളുടെയോ ശക്തികളാണെങ്കിലും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന രാത്രിയിലെ ഭയത്തെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും അനർത്ഥങ്ങളെയും നിനക്ക് പേടിക്കാനില്ല.
നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീണു എന്നുള്ള വാർത്ത നിന്റെ കാതുകളിൽ വരും. അത് നിന്നോടടുക്കുകയില്ല. ഹല്ലേലൂയ. കീഴടക്കാൻ പറ്റും. ഭയത്തിൻ്റെ ശക്തികളെ കീഴടക്കാൻ പറ്റും. നിങ്ങൾക്ക് ദോഷം ഭവിക്കയില്ല. നിന്നെ കാക്കുവാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളതല്ലേ ഭയം. ആരുമില്ലാത്തപ്പോൾ ഉണ്ടാകുന്നൊരു ഭയം. കർത്താവ് പറയുന്നു, ഞാൻ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ആരവിടെ ഭയപ്പെടുന്നത്? സാത്താന്റെ ദൂതന്മാരാണ്. അവിടെ നിന്നെ കാക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ഭീതിപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം നമ്മുടെ സഹായത്തിനായി തൻ്റെ ദൂതനെ ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ സംരക്ഷണത്തിനായി ദൈവം ദൂതനെ അയച്ചിരുന്നു അവരുടെ മുമ്പേ യാത്ര ചെയ്യുവാൻ. നമുക്ക് ചുറ്റും ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. എലീശ കണ്ടു, ഗേഹസി കണ്ടില്ല. ദൂതന്മാരുടെ വലിയൊരു കൂട്ടം ആരാം സൈന്യത്തിനും എലീശയ്ക്കും ഇടയിൽ നിൽക്കുന്നത്. നമുക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ ചാർജ് ഏൽപ്പിച്ചിട്ടുണ്ട്. മരണം പേടിക്കണ്ട, അനർത്ഥം ഭയപ്പെടണ്ട, രോഗത്തെ ഭയപ്പെടണ്ട. വിടുതൽ നൽകുവാൻ അധികാരമുള്ളവൻ, ബദ്ധന്മാരെ വിടുവിക്കുന്നവൻ യേശു. അവൻ ഇന്ന് ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പിശാച് നാളുകളായി കെട്ടിയ ഗദര ദേശത്ത് കിടന്ന മനുഷ്യനെ യേശു ചെന്ന് അവൻ്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ച് സൗഖ്യമാക്കി. അവൻ സുബോധം വന്നു, കർത്താവിൻ്റെ സാക്ഷിയായി. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും എല്ലാ ബന്ധനങ്ങളെയും ദൈവം അഴിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. ശാപങ്ങളെ കർത്താവ് അഴിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വസ്ഥത എടുത്തു കളഞ്ഞ് ചില ശാപനുഭവങ്ങളെ ദൈവം എടുത്തു കളയും. സ്വസ്ഥത, സമാധാനം ഒരു നദി പോലെ ദൈവം നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. അവൻ മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് വിടുവിക്കും. അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കും. മാനസികമായി തളർന്നിരിക്കുന്ന ചിലരുണ്ട്. മറ്റുള്ളവരുടെ അപമാനത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി അപവാദങ്ങൾ സഹിക്കേണ്ടി വരുന്നവർ, നിങ്ങളെ സകല സങ്കടങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. വിടുതൽ നൽകുന്ന ദൈവം. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എവിടെയാ കുടുങ്ങിക്കിടക്കുന്നു, അവിടുന്ന് നിന്റെ കൈ നീട്ടി വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ അഴിച്ചുവിട്ട് ദൈവികമായ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കർത്താവെ ചെന്ന് കയറുന്ന ആ ഹൃദയങ്ങളിൽ അകപ്പെട്ടു. കർത്താവെ, ഏതൊക്കെ മേഖലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ ഹൃദയങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ആ ശരീരം സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ആ കുടുംബം വിടുതൽ പ്രാപിക്കട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ വിടുവിച്ചു. നിങ്ങൾ വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.